CMRലാകട്ടെ കൃത്യമായ മറുപടി നൽകാതെ ഉരുണ്ടു കളിക്കുന്നുവെന്ന ഗുരുതരമായ വിമർശനം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. അപ്പോഴാണ് CPM വീണ വിജയനെതിരായിട്ടുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ എല്ലാ കണ്ടെത്തലുകളെയും പൂർണ്ണമായി തള്ളിയിരിക്കുന്നതും അതിനെതിരെ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ പുറത്തു കൊണ്ടുവരുന്നതും. എക്സാലോജിക് വിഷയത്തിൽ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെക്കുന്നുവെന്നുള്ള ഗുരുതരമായ ആരോപണവുമായിട്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വരുന്നതും വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നതും. ആകെ ആധികാരികത, ഒരു വസ്തുതയുള്ള ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ഫോട്ടോ മാത്രമാണ് മാധ്യമങ്ങളിൽ കൊടുക്കുന്നത് എന്നുള്ളതിലാണ്. ബാക്കി വാർത്തയെല്ലാം തന്നെ വസ്തുതാവിരുദ്ധമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി വീണയ്ക്കെതിരെ നടക്കുന്നതൊക്കെ ഏകപക്ഷീയമായ ഒരു അന്വേഷണമാണ്, അതിനെ അങ്ങനെ തന്നെ നോക്കി കണ്ടാൽ മതി, രാഷ്ട്രീയമായ പകപോക്കൽ എന്നുള്ള രീതിയിലൊക്കെ തന്നെ വിമർശിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ആ പേരുപയോഗിച്ച് രാഷ്ട്രീയപരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് നിലവിൽ ഏവരും ശ്രമിക്കുന്നതെന്നാണ് വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം പറയുന്നത്. അപ്പോഴാണ് CMRLൻ്റെ ഇടപാടെന്ന് പറയുന്നത് വീണയുടെ ഒരു ഷെല്ല് കമ്പനിയാണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ടെന്ന് എറണാകുളം ROC തന്നെ പറഞ്ഞിരിക്കുന്നത്. കർണാടകയിലെയല്ല, ഇത് കേരളത്തിലെ എറണാകുളത്തെ ROCയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ചോദ്യങ്ങൾക്ക് CMRL നൽകിയ മറുപടികളൊക്കെ അവ്യക്തമാണെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുന്നുണ്ട്. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാടൊക്കെ വിശദമായി പരിശോധിക്കണമെന്നാണ് നിലവിൽ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്. KSIDCയുടെ കണക്ക് പുസ്തകങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് അനിവാര്യമാണെന്നും എറണാകുളം ROC റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. KSIDCയുടെ ഓഹരി പങ്കാളിത്തം CMRLുള്ളത് ഏകദേശം 13%-ലധികമാണ്. സർക്കാർ മേൽനോട്ടത്തിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ് KSIDC എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ മുഖ്യമന്ത്രിയും മറ്റു വകുപ്പ് മന്ത്രിമാരുമാണ്. പ്രധാനമായും വ്യവസായ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും. അവർക്ക് നേരിട്ടൊരു ഇടപെടൽ ഇതിലൂടെ നടത്താനായി സാധിക്കും. CMRLിൽ നിന്നും 55 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് വന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നൽകിയിരിക്കുന്ന വിശദീകരണം ഒന്നും തന്നെ തൃപ്തികരമല്ല എന്ന് ബംഗളൂരു ROC കണ്ടെത്തിയതിന് പിന്നാലെയാണ് എറണാകുളം ROCയും CMRLിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിരിക്കുന്നതും അതുപോലെ KSIDCയുടെ കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കാനായി നിർദ്ദേശം നൽകുന്നത്. പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ബംഗളൂരു ROC പറഞ്ഞിരിക്കുന്നത് വീണ വിജയനെ. കാര്യങ്ങൾ എല്ലാം തന്നെ അവ്യക്തമാണ്. വകുപ്പനുസരിച്ച് ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നും കണ്ടെത്തലുണ്ട്. അത് അന്വേഷിക്കണമെന്നും അന്വേഷണ വിധേയമായി കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കാവുന്നതാണെന്നും പിഴയും തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണെന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എക്സാലോജിക്കിന് സോഫ്റ്റ്വെയർ സർവീസ് എന്ന പേരിൽ പ്രതിമാസം 3 ലക്ഷം രൂപ കിട്ടിയതിന് പുറമേ തന്നെ വീണയുടെ അക്കൗണ്ടിലേക്കും പണം കിട്ടിയിട്ടുണ്ട്. അതിനുള്ളൊരു സംശയമാണ് ആദ്യമേ ROC തന്നെ പങ്കുവച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ കമ്പനിയുടെ ഉടമസ്ഥയുടെ അക്കൗണ്ടിലേക്ക് പ്രത്യേകമായൊരു പണം അയച്ചിരിക്കുന്നത്? ആദായനികുതി ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബംഗളൂരു ROC ഇക്കാര്യം ചോദിച്ചത്. പക്ഷേ ഇതിനൊന്നും തന്നെ വ്യക്തതയില്ല വീണയുടെ മറുപടികളിലൂടെ എന്ന് തന്നെയാണ് ROCയും വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ROCയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. നേരത്തെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതും വീണയുടെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായൊരു നിലപാട് സ്വീകരിച്ചു എന്നതാണ്. പക്ഷേ മറുപടി നൽകാൻ സമയം നൽകിയിട്ടും അവസരം നൽകിയിട്ടും KMRLോ അല്ലെങ്കിൽ വീണയോ കൃത്യമായ മറുപടി വീണയുടെ ബന്ധപ്പെട്ട കമ്പനിയായ എക്സാലോജിക്കോ ഒന്നും തന്നെ നൽകുന്നില്ല.